സ്പേസ് ചാനലിൻ്റെ ചലോ ബെത്ലഹേം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നമ്മുടെ ചിന്ത പുൽക്കൂടിൽ നിന്നും ഒത്തിരി നമ്മൾ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിയ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും കരഗതമാകണം. ഇൻഫൻസീവ് നറേറ്റീവ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 2 അധ്യായങ്ങൾ ഇൻഫൻസീവ് നറേറ്റീവ്. ലൂക്കായുടെ സുവിശേഷത്തിലും അങ്ങനെ തന്നെ 2 അധ്യായം ഇൻഫൻസീവ് നറേറ്റീവ്. അങ്ങനെ 89 അധ്യായങ്ങളുള്ള അതിൽ 4 അധ്യായം മാത്രമേ ഇൻഫൻസീവ് നറേറ്റീവ് ഉള്ളൂ. പുൽക്കൂടിൻ്റെ അകവും പുറവും ഒക്കെ ഉള്ളൂ. എങ്കിലും ഈ 4 അധ്യായങ്ങൾ വളരെ വലിയ അധ്യായങ്ങൾ പോലെയാണ് നാം കരുതുക. ഇൻഫൻസീവ് നറേറ്റീവില് ലൂക്കാസ് സുവിശേഷകൻ ലൂക്കായുടെ ആ 2 അധ്യായങ്ങൾ സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പരിശുദ്ധ കന്യകാമറിയത്തിന് ഒത്തിരി മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇൻഫൻസീവ് നറേറ്റീവാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം പരിശോധിച്ചാൽ അത് ഔസേപ്പ് പിതാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇൻഫൻസീവ് നറേറ്റീവാണ്. എന്തുകൊണ്ടോ 2 പാരമ്പര്യത്തിൽ 2 പേരും ഒരു കാര്യങ്ങൾ പറയുമെങ്കിലും പ്രാധാന്യങ്ങൾ വ്യത്യസ്തമാണ്. അത് നമുക്ക് ആവശ്യവും. അത് ഈ തലമുറയ്ക്കും ഈ പഠിതാക്കൾക്കും ഒക്കെ, ബൈബിൾ പഠനക്കാർക്കും ബൈബിൾ വിചിന്തനം ചെയ്യുന്നവർക്കുമൊക്കെ ഇത് ആവശ്യമാണ്. ഔസേപ്പ് പിതാവിനെ ഒരു സ്വപ്നക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന മത്തായിയുടെ സുവിശേഷം, അല്ലെങ്കിൽ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തില് പഴയ നിയമത്തിൽ ഒത്തിരി ഇടങ്ങളിൽ ഒരു പൂർവ്വ ഔസേപ്പുണ്ട് നമുക്ക് കേട്ടോ. ഒരു പൂർവ്വ ഔസേപ്പ്, സ്വപ്നക്കാരൻ ഔസേപ്പ്, ജോസഫ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ പോലും അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുക. നിരന്തരമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഔസേപ്പ് പിതാവിൻ്റെ സ്വപ്നം. രക്ഷകനെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ടാണ് ഈ സ്വപ്നം എല്ലാം. ഔസേപ്പ് പിതാവ് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള കന്യകാമറിയത്തെ കുറിച്ച് കേൾക്കുന്ന കാര്യമാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു മാലാഖ പറയും. പിന്നെ അവിടെ നിന്ന് ബെത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടാനും സ്വപ്നമാണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ രക്ഷാകര ചരിത്രം ഔസേപ്പ് പിതാവിൻ്റെ സ്വപ്നത്തിൽ അധിഷ്ഠിതമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പായും പറയും, ഈ കിടന്നുറങ്ങുന്ന ഔസേപ്പ് പിതാവ് ഉറങ്ങുകയല്ല, നമുക്ക് വേണ്ടി സ്വപ്നം കാണുകയാണ് എന്ന് പറയും. രാത്രിയിലെ ഉറക്കത്തിലെ സ്വപ്നമല്ല, പകല് കാണുന്ന സ്വപ്നമാണ് സ്വപ്നമെന്ന്. പകല് സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ലൂക്കായുടെ സുവിശേഷം. ലൂക്കാസ്ലിഹയെ നമ്മൾ ഒത്തിരി ഇടങ്ങളിൽ കാണുന്നുണ്ട്. ലൂക്കാസ്ലിഹ പരിശുദ്ധ കന്യകാമറിയത്തിനെ ഇപ്പം നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്ത് വരച്ചു വച്ചിരിക്കുന്ന ആ ചിത്രത്തിൻ്റെ രൂപം, ആദ്യ രൂപം എന്ന് പറയുന്നത്
ലൂക്കാശ്ലീഹ വരച്ച ചിത്രം. ഒരു പൗരാണിക ചിത്രമാണ്. അങ്ങനെ കാലിത്തൊഴുത്തും കാലിത്തൊഴുത്തിൻ്റെ അകവും പുറവും എല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ആവേശമുണ്ടാവണം. ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ധനകാലത്ത് ഇറങ്ങുമ്പോൾ വലിയൊരു പ്രാതിനിധ്യ സ്വഭാവമുള്ളവരായിരിക്കണം. നമ്മൾ പിന്നീട് കാണുന്നത് ജ്ഞാനികളുടെ പുസ്തകമാണ്. ജ്ഞാനികൾ അത് അവതരിപ്പിക്കുന്നത് മത്തായി ശ്ലീഹ. കിഴക്ക് നിന്നും പൗരസ്യദേശത്ത് നിന്നും എത്തുന്ന ജ്ഞാനികൾ ഇതാരും വിളിച്ചിട്ട് വന്നവർ. അന്ന് രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വന്നാൽ ജ്ഞാനികൾ ഇറങ്ങി പുറപ്പെടുക. ഒരു നക്ഷത്രം കണ്ടുകൊണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള നക്ഷത്രം, ദാവീദിന്റെ നക്ഷത്രം, ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്ന ഉണ്ണിയെ കാണുവാൻ വേണ്ടി ഉള്ള നക്ഷത്രം. ആ നക്ഷത്രത്തെ കുറിച്ച് ഒത്തിരി ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ നക്ഷത്രം രാജാക്കന്മാരെയും കൊണ്ട് വരികയാണ്. ബത്ലഹേം അന്വേഷിച്ചു വരികയാണ്. ഈ ഇസ്രായേലിന്റെ രാജാവിനെ അന്വേഷിച്ചു വരികയാണ്. അങ്ങനെ വന്നിട്ട് ഹെരോദേസിന്റെ രാജകൊട്ടാരത്തിൽ അപ്രത്യക്ഷപ്പെട്ടു. രാജാവിനോട് തിരക്കാൻ പോകുന്ന, ഹെരോദേസിനോട് തിരക്കാൻ പോകുന്ന, അവർ തിരിച്ച് യാത്ര ചെയ്യാൻ വന്നപ്പോൾ വീണ്ടും നക്ഷത്രം. അതുകൊണ്ടാണ് ഇത് വിളിക്കപ്പെട്ട അത്ഭുത നക്ഷത്രമായി തീരുന്നത്. അതുകൊണ്ട് നമുക്ക് പുൽക്കൂട്ടിലെ വലിയൊരു അടയാളം എന്ന് പറയുന്നത് ഈ നക്ഷത്രം. നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നുപോയപ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ചത് 2 ബിംബങ്ങളാണ്. ഒന്നാമത്തെ ബിംബം എന്ന് പറയുന്നത് ചർക്കയാണ്. ഇന്നും അത് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ പല വീടുകളിലുമൊക്കെ ഇരിക്കുന്നത് ഗാന്ധിജി നിരന്തരമായിട്ട് ഉപയോഗിച്ച ചർക്ക. അതിൽ നിന്നും വലിയൊരു ശാസ്ത്രം തന്നെ ഭാരതത്തിൻ്റെ നാട്ടുമ്പുറങ്ങൾക്ക്, ഭാരതത്തിൻ്റെ ഊടുവഴികളെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു അടയാളം. പിന്നീട് ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി യാത്ര, അത് വലിയൊരു അടയാളമായി. അത് നികുതിയെ ചൊല്ലിയുള്ള ഒരു വിപ്ലവത്തിൻ്റെ അടയാളമായി. ബ്രിട്ടീഷുകാരുടെ നയവഞ്ചനയ്ക്കെതിരായിട്ട് നടത്തിയ ചെറിയൊരു സംഭവം. ആ കാലത്ത് പട്ടേലും നെഹ്റുവുമൊക്കെ ചോദിച്ചു, ഇതുകൊണ്ട് എന്താ ഉപകാരം? പക്ഷെ അതല്ല, നമുക്ക് സ്വാതന്ത്ര്യം കരഗതമാക്കാൻ സാധിച്ച ഏറ്റവും അടുത്ത ഒരു സംഭവമാണ് ദണ്ഡിയാത്ര എന്ന് പറയുന്നത്. അതുപോലെ യേശുവിനും കമ്പയർ ചെയ്യുകയല്ല, യേശുവിനും യേശു മിശിഹായിക്കും രക്ഷകനും വലിയ ബിംബങ്ങളുണ്ടായിരുന്നു, അടയാളങ്ങളുണ്ടായിരുന്നു. അത് വലിമ കൂടുമ്പോൾ ആ അടയാളങ്ങൾ ഒത്തിരി 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 ആക്കപ്പെടുമെന്നുള്ളതാണ് സത്യം.
ആ പുൽക്കൂടെന്ന് പറയുന്ന ഒരു അടയാളം. ആ അടയാളത്തിന്റെ അടയാളത്തിൽ വേറെ ഒത്തിരി അടയാളങ്ങളുണ്ട്. പുൽക്കൂടെന്ന് പറയുന്ന അടയാളത്തിൽ വേറെയും ഒത്തിരി അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ കച്ചിത്തുരുമ്പ് പോലും ഒരു അടയാളമാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുന്നാണ് മത്തായി ശ്ലീഹായുടെ ഉണ്ടാക്കിയ പുൽക്കൂട്, ഇൻഫൻസി നറേറ്റീവുള്ള പുൽക്കൂട്, ലൂക്കാ സുവിശേഷകൻ ഉണ്ടാക്കിയ ഇൻഫൻസി നറേറ്റീവ് ഉണ്ട്. പിന്നെ ഫ്രാൻസിസ് അസീസിയുടെ നറേഷൻ ഉണ്ട്. പിന്നെ ഫ്രാൻസിസ് അസീസിയുടെ നറേഷനിൽ ആവേശഭരിതനായി തീർന്ന ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ നറേഷൻ ഉണ്ട്. അതാണ് എൻ്റെ പുൽക്കൂട് എന്ന് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ 800-ാം വർഷത്തില് 2023 എൻ്റെ പുൽക്കൂടെന്ന് പറഞ്ഞ് ഇതിനെയെല്ലാം അവലംബിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എൻ്റെ പുൽക്കൂടുണ്ട്. നമ്മൾ പറയും റോമൻ കവിയായിരുന്ന വീർജില് അദ്ദേഹം ഒരു നറേഷൻ ഉണ്ടാക്കി. അത് 4th എക്ലോഗാണ് അതിൻ്റെ നറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴും വറ്റിക്കാനിലെ ലൈബ്രറിയിൽ ഈ വീർജിലിൻ്റെ കൈയക്ഷരമുള്ള ഈ എക്ലോഗ് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ആ 4th എക്ലോഗിനെ കുറിച്ച് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറയുന്നു. ഈ കാളയെയും കഴുതയെയും കുറിച്ച് അദ്ദേഹം വളരെ വിദഗ്ധമായ വർണ്ണന നടത്തുന്നു. വളരെ വിദഗ്ധമായ വർണ്ണന. അതുകൊണ്ട് പുൽക്കൂട് സംഭവം, എൻ്റെ പുൽക്കൂട്, എനിക്കും പുൽക്കൂടുണ്ടാക്കാം. അതുകൊണ്ടാണ് ആവേശഭരിതനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എൻ്റെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ട് ആളുകളോട് പറയുകയാണ്, നിങ്ങളും പുൽക്കൂടുകളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന പുൽക്കൂട്, അതും പുൽക്കൂടിൻ്റെ ഒരു നറേഷനാണ്. പുൽക്കൂടിൻ്റെ നറേഷനാണ്. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, പള്ളികളിൽ കയറുന്നുണ്ടെങ്കിൽ ആ പള്ളികളിലെല്ലാം പുൽക്കൂടുണ്ട്. ആ പള്ളികളിലെല്ലാം നിരന്തരമായിട്ട് പുൽക്കൂട് സ്ഥാപിച്ചിരിക്കുകയാണ്. അതും ഒതുങ്ങിയ ഒരു സ്ഥലത്തൊന്നുമല്ല. ആ പള്ളികളുടെ പ്രധാന കേന്ദ്ര ഭാഗത്ത് തന്നെ പുൽക്കൂട് നിർമ്മിച്ചിരിക്കും. പുൽക്കൂടുകൾ നിർമ്മിക്കപ്പെടണം. അത് നിതാന്തമായിട്ട് നിർമ്മിക്കപ്പെടണം. ഒരു ഡിസംബർ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നതല്ല പുൽക്കൂടിൻ്റെ ബിംബങ്ങൾ. ക്രിസ്മസിന് മാത്രമുള്ളതല്ല. അതുകൊണ്ടാണ് ചലോ ബത്ലഹേം തിരിഞ്ഞു നടക്കുകയാണ്. ഒരു തിരിച്ച് നടക്കൽ, അതാണ് ഇനി നമുക്ക് ആവശ്യം. പ്രിയമുള്ളവരെ, ക്രിസ്മസിനെ കുറിച്ച് വളരെ വൈകൃതമായിട്ട് ഈ ലോകത്തെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വെമ്പൽ കൊള്ളുന്ന ആളുകൾ ഇവിടെയുണ്ട്. ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ചാനലുകളിൽ ചർച്ചകൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കുട്ടി പോലും, ഒരു കുഞ്ഞു പോലും ഞങ്ങളുടെ സഭയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സഭകളുടെ പുറകെ, കൊലപാതകത്വമുള്ള സഭകളുടെ പുറകെ, സമൂഹങ്ങളുടെ പുറകെ പോകുന്നത് തീർച്ചയായിട്ടും ഈ പുൽക്കൂടിൻ്റെ ചിന്തയ്ക്ക് പറ്റിയതല്ല. നമുക്ക് പുൽക്കൂട് ആക്രമിക്കപ്പെടുന്നവർക്ക് എതിരായിട്ട് പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കണം. ചിന്തയിലൂടെ, പ്രാർത്ഥനയിലൂടെ. ഈ കാലഘട്ടത്തിൻ്റെ ആവേശം.
വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തൻ്റെ എക്ലോഗിൽ തകർന്നു പോയ ഒരു പുൽക്കൂടിനെ കുറിച്ച് അവതരണം നടത്തുന്നുണ്ട്. മറ്റാരും നടത്തിയ ആക്രമം അല്ല, ഹെറോദേസ് നടത്തിയ ആക്രമമാണ്. ഹെറോദേസ് തൻ്റെ പട്ടാളക്കാരെ കൊണ്ട് നടത്തിയ ആക്രമം. ചാവറേച്ചൻ ഈ 4ാമത്തെ എക്ലോഗിനെ കുറിച്ച് പറയുമ്പോൾ കുഞ്ഞിപ്പൈതങ്ങളുടെ കൊലപാതകം സംബന്ധിച്ചുള്ള ആ എക്ലോഗിൽ പറയുന്ന നമ്മുടെ നശിച്ചു കിടക്കുന്ന കാളയും കഴുതയുമൊക്കെ നഷ്ടപ്പെട്ടു പോയ, ഔസേപ്പിതാവും മാതാവും ഇല്ലാതെ പോയ, ആട്ടിടയന്മാർ നഷ്ടപ്പെട്ടു പോയ, വൈക്കോലുകൾ ചിഹ്നിച്ചെറിക്കപ്പെട്ട ഒരു പുൽക്കൂടിനെ കുറിച്ച്. ഒരുപക്ഷേ ഈ വീർജിലിനെ പോലെയോ ഒക്കെ ഒരു പ്രൊഫറ്റിക് പുൽക്കൂട് സമ്പ്രദായം അദ്ദേഹം കണ്ടിരിക്കണം, നമുക്കറിയില്ല. അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇൻഫെൻസീവ് നറേറ്റീവ് മത്തായിയും ലൂക്കായും ഒക്കെ അവതരിപ്പിക്കുന്ന ഇൻഫെൻസീവ് നറേറ്റീവിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുൽക്കൂട്. ആ ആവേശം നമുക്ക് നിലനിർത്താം.